ഹായ് ഹലോ സിജിയാണ് കേട്ടോ. സിംഗിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സയോറയിലെ 304 പ്ലേറ്റിംഗിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ക്ലിപ്പ് ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസിലുള്ള ബാംഗിൾസ് എല്ലാം തന്നെ 349 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ബാംഗിൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ബാംഗിൾസ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ ബാംഗിൾ വന്നിട്ട് വേണ്ട ഇതുപോലൊരു കമ്പി മോഡലിൽ വന്നിരിക്കുന്ന ഒരു ബാംഗിളാണ്. അതിൽ വേണ്ട ഇതുപോലൊരു റാണി പിങ്ക് കളറിലെ സ്റ്റോൺ, റെഡ് അല്ല, ഒരു റാണി പിങ്ക് കളറിലെ സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്. സ്റ്റോൺ ഇതുപോലെയാണ് അതിൽ ഫിറ്റ് ചെയ്തേക്കുന്ന. ഇതാണ് ബാംഗിൾ. ബാക്ക് സൈഡൊക്കെ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു 2.6, 7, 8 ഒക്കെ സൈസിലുള്ളവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. ഇതൊരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്, എക്സാക്ട് റൗണ്ട് ഷേപ്പിലല്ല. ഇതാണ് ബാംഗിൾ. അപ്പം ഈ ഒരു ബാംഗിളിൻ്റെ റേറ്റ് വന്നിട്ട് 349, 349. ഓക്കെ, 349. അപ്പം ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് ഇത് 6 ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ 5 ആണ് വരുന്നത്. ഓക്കെ, ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഈ ഒരു ബാംഗിൾ വരുന്നത്. റേറ്റ് 349. അടുത്തത് അതിൻ്റെ തന്നെ ഗ്രീൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബാംഗിളാണ്. അപ്പോൾ ഒത്തിരി ഇങ്ങനെ വീതിയുള്ള ബാംഗിൾസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഒത്തിരി നമ്പേഴ്സ് ഒന്നും നമ്മളെ സ്റ്റോക്കില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൺഫേം ആക്കാം. ഓക്കെ, ഇതാണ് ബാംഗിൾ. അപ്പോൾ ഇതിൽ വേണ്ട ഒരു ഗ്രീൻ സ്റ്റോണൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലൊരു സ്റ്റോണ്. ഇത് ഓപ്പൺ ബാംഗിളല്ല, ഇത് ക്ലിപ്പ് ബാംഗിളാണ്. വേണ്ട ഇവിടെ ഇതുപോലെ ജസ്റ്റ് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. കണ്ടു. അപ്പോൾ ഇതൊരു 2.6, 7, 8 സൈസിലുള്ളവർക്കൊക്കെ ഓക്കെ ആവുന്ന ഒരു വളയാണ്. റേറ്റ് 349, 349. അടുത്തത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ്. വേണ്ട വൈറ്റ് കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ള ബാംഗിളാണ്. ഇതാണ് ബാംഗിൾ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അളവും എല്ലാം തന്നെ സെയിം തന്നെയാണ് വരുന്നത്. റേറ്റ് 349. ഇവിടെ നമുക്കിതുപോലെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ബാംഗിൾ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടൈറ്റായിട്ടാണ് കിടക്കുന്ന. റേറ്റ് 349. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ ബേബി സൈസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബേബി സൈസ് ആര് കരയേണ്ട, നമുക്ക് ഉള്ള ബാംഗിൾസ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് കരുതി. അപ്പോൾ ഇത് 2.4 സൈസുകാർക്കായിരിക്കും ഓക്കെ ആവുന്ന. 2.4 സൈസിന് ഇതാണ് ബാംഗിൾ വരുന്ന. റേറ്റ് 349. ഓക്കെ, ഇതിൻ്റെ അളവും കൂടെ ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാം. വേണ്ട ഇങ്ങനെ ഹൊറിസോണ്ടൽ അളവെടുക്കുമ്പോൾ 5ഉം, ഇങ്ങനെ എടുക്കുമ്പോൾ 4. ഇങ്ങനെ എടുക്കുമ്പോൾ 4.4 ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു 2.4 സൈസുകാർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ബാംഗിൾ ഓക്കെ ആവുന്ന. 349. അടുത്ത ബേബി സൈസിൻ്റെ റെഡ് സ്റ്റോൺ, അതായത് ഒരു റാണി പിങ്ക് കളറിലെ സ്റ്റോൺ വന്നിട്ടുള്ള ബേബി ബാംഗിൾ 2.4 സൈസുകാർക്ക് ഓക്കെ ആവുന്ന ബാംഗിളാണ്. റേറ്റ് 349. ഓക്കെ, 349. അടുത്തത് എൻ്റെ വൈറ്റ് ആണ്. ഇതാണ് ഡിസൈൻ വരുന്നത്. സെയിം അളവ് തന്നെ 2.4 സൈസുകാർക്ക് ഓക്കെ ആയിട്ടുള്ള ബാംഗിളാണ്. റേറ്റ് 349. ഓക്കെ, 349. അടുത്തൊരു വള വേണ്ട നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷനിൽ വന്നേക്കുന്ന ബാംഗിളാണ്. വേണ്ടതുപോലെ ഒരു നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ ആ ഒരു ഡിസൈനിൽ ഫ്രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ കമ്പി വളയാണ്. ഇത് ഓപ്പൺ ബാംഗിളല്ല, ക്ലിപ്പ് ബാംഗിളാണ്. വേണ്ട ഇവിടെ ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇതാണ് ബാംഗിൾ വരുന്നത്. ഇതാണ് ഡിസൈൻ വരുന്നത്. റേറ്റ് 349, 349. ഓക്കെ, 349.
അപ്പം ഇതൊരു 2.5 സൈസുകാർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ബാങ്കിൾ ഓക്കെ ആവുന്നത്. ഓക്കെ, ഇതാണ് ബാങ്കിൾ. അടുത്തത് കിറ്റിലൻ ഒരു വളയാണ്. നല്ല തിന്നായിട്ടുള്ള കമ്പി പോലത്തെ വളയാണ്. അതിൽ ഇതുപോലെ സ്റ്റോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ലോക്ക് വളയാണ്. ലോക്ക് വളയെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോക്ക് വരുന്നത് ദേ ഇവിടെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ മുകൾ ഭാഗം ജസ്റ്റ് അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ബാക്കിലോട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. വേണ്ടതിൻ്റെ ഇവിടെ ഇതുപോലത്തെ ഒരു ലോക്കാണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് പിന്നെ ലോക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ലോക്കാവും. ഇതിൻ്റെ ഈ വരുന്ന സ്ഥലത്ത് ഈ മുകൾ ഭാഗത്തിൻ്റെ ഇവിടെ പ്രസ് ചെയ്യുക, എന്നിട്ട് ബാക്കിലോട്ട് വലിക്കുക. അങ്ങനെ വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. അല്ലാതെ ഇത് വലിച്ച് ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ ലോക്ക് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇത് ലോക്കായി. റേറ്റ് 349. അപ്പോൾ തിൻവള ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. എല്ലാം ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ കൺഫേം ആക്കുക. 349. ഓക്കെ, 349. അപ്പം ഈ ഒരു ബാങ്കിൾ 2.6, 2.7 സൈസുകാർക്കൊക്കെ ഓക്കെ ആവുന്ന ബാങ്കിളാണ്. ഓക്കെ, ഓവൽ ഷേപ്പിലാണ് വരുന്നത്. എക്സാക്ട് റൗണ്ട് ഷേപ്പിലല്ല, ഓവൽ ഷേപ്പിലാണ് വരുന്ന. 2.6ഉം 2.7ഉം സൈസുകാർക്ക് ഓക്കെ ആയിരിക്കും. അടുത്ത ഒരു വള ഇതാണ്. എല്ലാ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ബാങ്കിളാണ്. വേണ്ട ഇവിടെയൊക്കെ വേണ്ട ഡയമണ്ട് സ്റ്റോൺസ് ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വർക്കൊക്കെ നോക്കിയാൽ കണ്ടോ, നല്ല ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഇതുപോലെ ഈ ഒരു സ്റ്റോൺ ഡിസൈൻസ് വന്നിട്ടുള്ളൂ. ബാക്കിൽ ഇതുപോലത്തെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്ന നല്ല ബാങ്കിളാണ്. അപ്പോൾ ഇതൊരു 2.6, 2.7 സൈസുകാർക്കൊക്കെ ഇടാൻ പറ്റുന്ന അളവിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ കിടക്കും. എനിക്ക് കൈ വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഓടാതെ കിടക്കും. 2.6, 2.7 സൈസുകാർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും. റേറ്റ് വന്നിട്ട് 349. ഓക്കെ, 349. അടുത്തതൊരു മംഗൾസൂത്രൻ്റെ നമ്മുടെ കരിമണിയുടെ ബാങ്കിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 2.4, 2.5 സൈസുകാർക്കായിരിക്കും ഈ ഒരു ബാങ്കിൾ ഓക്കെ ആവുന്നത്. അതേ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഹാർട്ട് ഷേപ്പിലുള്ള ഡയമണ്ട് സ്റ്റോൺസ് ഒക്കെ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് ക്ലിപ്പ് ബാങ്കിളാണ്. വേണ്ട ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന ബാങ്കിൾ. അപ്പോൾ ഈ ബാങ്കിളിൻ്റെ റേറ്റ് 439 ആണ്. അപ്പോൾ ഈ ബാങ്കിളും കൂടെ ഇതിൽ കാണിച്ചതേ ഉള്ളൂ. ബാക്കി ബാങ്കിൾസൊക്കെ 349ഉം ഈ ഒരു ബാങ്കിൾ 439 ആണ്. ഓക്കെ, 2.5 സൈസുകാർക്കായിരിക്കും ഈ ഒരു ബാങ്കിൾ ഓക്കെ ആവുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ബാങ്കിൾസ്. അപ്പോൾ ഏതെങ്കിലും ബാങ്കിൾസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കുക. ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഐറ്റംസ് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ജ്വല്ലറികളും ഒക്കെ ആയിട്ട് വരുന്ന വീഡിയോയിലൊക്കെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സിജി നീജസ്. താങ്ക് യു ഫോർ വാച്ചിങ്.